ഹലോ, ഹായ്. ഞാൻ ഇന്നൊരു ചിക്കൻ കറിയുടെ വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ചിക്കൻ കറി എൻ്റെ ചാനലിൽ ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട്. പിന്നെ വറുത്തരച്ച ചിക്കൻ ഉണ്ടായിന്, കൊണ്ടാട്ടം ചിക്കൻ, അങ്ങനെയെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ചിക്കൻ വാങ്ങിച്ചപ്പോൾ, അതായത് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്നും പിന്നെ ആരും നോക്കൂല. എന്നിട്ട് ലൈവിലും മൈലിലും വന്നിട്ട് പറയും കുക്കിംഗ് ഒന്നും കാണുന്നില്ലല്ലോ. ഞാൻ ഇഷ്ടംപോലെ കുക്കിംഗ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊന്നും ഒട്ടും വ്യൂസ് ഇല്ല. ആരും അത് പോയി ശ്രദ്ധിക്കുന്നില്ല. ലൈവ് മാത്രം വന്ന് നോക്കിയിട്ട് അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഒന്നുകൂടി വീഡിയോ എടുത്തിട്ട് കാണിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ചിക്കൻ വാങ്ങിച്ചപ്പോൾ വറുത്തരച്ചിട്ട് ചിക്കൻ കറി വെക്കുന്നത് ഒന്നും കൂടി ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ചെയ്യുന്നതിന് ഒന്നുകൂടി എല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് കൊടുത്തു എന്നാരും ചോദിക്കില്ലല്ലോ. കാരണം ഏകദേശം എല്ലാ കറിയും ഞാൻ ഇട്ടിട്ടുണ്ട്, ഒന്നും ഇടാൻ ബാക്കിയില്ല. ആരും ശ്രദ്ധിക്കാത്തതാണ് പിന്നെയും ആ ചോദ്യം വരുന്നത്. അപ്പോൾ ഞാൻ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. അതാ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്തെന്ന് പറയാലോ, നീരുള്ളി ഉണ്ട്, അതായത് സവാളയുണ്ട്, ഒരു തക്കാളിയുണ്ട്, ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങുണ്ട്, പച്ചമുളകുണ്ട്. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ളതെല്ലാം വേണം. എനിക്കിവിടെ അടുക്കള ഒട്ടും സൗകര്യമില്ല. അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല, അത്രയ്ക്ക് സൗകര്യം കുറവാണ്. അപ്പം എനിക്ക് ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കാണിച്ച് തരാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാനെല്ലാം ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം കേട്ടോ. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി പാത്രം ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, വേറെ ഒരു എണ്ണയിൽ വെച്ചാലും ഈ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കാം. തേങ്ങ വറുക്കുമ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ, എൻ്റെ ട്രൈപോഡ് കുറച്ച് മറ്റേത് പൊട്ടിപ്പോയി. അപ്പോൾ അതിൽ മൊബൈൽ വെച്ചാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. മൊബൈൽ കയ്യിൽ പിടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ആവുന്നുമില്ല. പിന്നെ ഞാനെല്ലാം ഒന്നിച്ച് തന്നെ ഇടുന്നു കേട്ടോ. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടും. ഞാൻ അത്രയ്ക്ക് നേർന്നതായിട്ടാണ് ഞാൻ മുറിച്ചിട്ടില്ല. എനിക്ക് മറ്റേ കായ് ചിപ്സ് ആക്കുന്നേ ഞാൻ ഒരു കട്ടിങ് ഇതുണ്ട്, അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൽ നല്ല കനം കുറച്ച് കിട്ടും നമുക്ക്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് വാടിക്കിട്ടും. പിന്നെ ഞാൻ ചിക്കൻ ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ടിട്ട് അവിടെ പെരക്കി വെച്ചിട്ടുണ്ട്. അതിലും ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഉപ്പ് വേണമെന്ന് വെച്ചാൽ കുറച്ചിടാം. ഇതൊന്ന് നന്നായിട്ട് വാടി വരട്ടെ കേട്ടോ. ചിക്കൻ ഇടാം കേട്ടോ. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് ഇവിടെ പെരക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് സമയമായി, ഏകദേശം ഒരു അരമണിക്കൂറിനടുത്തായി ഞാനത് പെരക്കി വെച്ചിട്ട്. അപ്പം നമ്മളെ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങും അതുപോലെ തക്കാളി ഇട്ടെടുക്കാം.
ഉരുളക്കിഴങ്ങൊന്ന് വാടിയിട്ട് എൻ്റെ ചാനൽ പിന്നെ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പിന്നെ വറുത്തരച്ച കോഴിക്കറി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പഴയ ചാനൽ തുടങ്ങുമ്പം ഇട്ട വീഡിയോ ഒന്നും പിന്നെ അങ്ങനെ ആരും പോയി വാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒന്നുകൂടി ഇടാമെന്ന് വെച്ചിട്ട്. പലരും വന്നിട്ട് എന്നോട് ചോദിക്കും കുക്കിംഗ് ചാനലെന്ന് പറഞ്ഞിട്ട് കുക്കിംഗ് ഇല്ലല്ലോ എന്ന് പറയും. പക്ഷെ ഞാൻ ഏകദേശം എല്ലാ കറികളും ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ, കുറച്ച് താഴോട്ട് പോയി നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനൊരു വറുത്തരച്ച കറി നിങ്ങൾ കൂട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അത് ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നോക്കുക, ഇതിൻ്റെ കൂടെ പുളിശ്ശേരി, തിരക്ക്, പിന്നെ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ. അപ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചിവിടെ ക്യാമറ ഓണില്ല, അത് ഓട്ടോമാറ്റിക് ഓഫായി പോയി, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് ഇതിൽ പെട്ടിട്ടില്ല തക്കാളി ഇട്ടത് കേട്ടോ. അപ്പോൾ ഒരു തക്കാളിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടിയുടെ അളവ് ഞാൻ പറയുന്നില്ല, എനിക്കെല്ലാം കൈ കണക്കാണ്. എന്നാൽ ഏകദേശം ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്ത് 2-2.5 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ മല്ലിപ്പൊടിയെല്ലാം ഇടുന്നുണ്ട്. മല്ലിപ്പൊടി കുറച്ച് മുൻപിൽ നിൽക്കുന്നതാണ് നല്ലത് കോഴിക്കറിക്ക് നമുക്ക് കൊടുക്കാനായിട്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത്, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. കുറച്ച് എണ്ണ ഇട്ടിച്ച് കൊടുക്കുക, എണ്ണ കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു തുണി എടുക്കട്ടെ പിടിക്കുക. ഇത് ഞാൻ പിന്നെ ആമസോണിൽ നിന്ന് വാങ്ങിയതാട്ടോ. എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് തുണി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന്. അപ്പോൾ പിന്നെ ഇതാകുമ്പോൾ ഒരു 10-20 പീസ് വരുന്നുണ്ട്. നല്ല സുഖം, നമുക്ക് പെട്ടെന്ന് തുണി മാറ്റിക്കൊണ്ടിരിക്കുന്നവർക്ക് ക്ലീനാക്കാനുള്ള നല്ല എളുപ്പം. അതിൻ്റെ എല്ലാം യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ പറയുന്നൊന്നുമല്ല, ഞാൻ പിന്നെ ഇത് എടുക്കുന്നതുകൊണ്ട് ഇത് ജസ്റ്റ് കാണിച്ചു തന്നത്. ഇന്നൊരു പീസ് ഞാൻ കയറി എടുത്തിട്ടുണ്ട്, എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേലും. ഇനി മുളക് പൊടി ഇടാം. മുളക് ഒരുപാട് ഇടുന്നില്ല, കാരണം ഞാൻ കുരുമുളക് ഇടുന്നുണ്ട്. അത് ഏകദേശം ഒരു 2 മതി. ഇനി മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഞാൻ ചിക്കൻ പെരക്കി വെക്കുന്ന സമയത്തും ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു കുഞ്ഞ് ടീസ്പൂൺ ഇട്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഉപ്പ്
പെരക്കി വെച്ച ഉപ്പും മുളകും മഞ്ഞളും പെരക്കി വെച്ച് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാതെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് കുറച്ച് ഞാൻ നല്ലോണം ഇടുന്നുണ്ട്. ഞങ്ങൾക്ക് കുരുമുളക് കുറച്ച് മുമ്പിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. ഓക്കെ, എനിക്ക് ഇളക്കാൻ പറ്റിയൊരു കയ്യിലുണ്ട്, അതിന് അടി കാണുന്നുമില്ല. ഒരു സ്റ്റീലിൻ്റെത്. ഞാനിവിടെ സൗകര്യമില്ലാത്തതുകൊണ്ട് എല്ലാം ഒന്നിച്ച് എവിടെയെങ്കിലും മാറ്റി വെക്കും. അപ്പോൾ എവിടെയെങ്കിലും ആയിട്ടുണ്ടാവും അത്. എല്ലാ സാധനവും ഉണ്ട്, എല്ലാം ഇങ്ങനെയൊക്കെ വടിച്ചിട്ട് എവിടെയെങ്കിലും കെട്ടി വെക്കും. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം മതിയേ, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഒരുപാട് വെള്ളം വേണ്ട. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനിൽ ഞാൻ ഉപ്പ് നല്ലോണം ഇട്ടിട്ട് പെരക്കി വെച്ചതാണ്, എന്നാലും കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ നല്ലോണം മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പെല്ലാം ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഉപ്പെല്ലാം നോക്കുക, പാകത്തിന് ഉപ്പെല്ലാം പറ്റിനോ നോക്കിയിട്ട്. ഇടയിൽ പിന്നെ ഇത് വേകുന്ന സമയത്ത് പൂളിന് കഷ്ണത്തിന് ഉപ്പേ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഒന്ന് ഉപ്പെല്ലാം പറ്റിനോ നോക്കിയിട്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് വറുക്കാൻ ആവശ്യമായ തേങ്ങ, വെളുത്തുള്ളി, ഒരു അല്ലി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ, ഒരു കായ് വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. ഇത് ജീരകം. ഇത് ഞാൻ പിന്നെ തൊലി കളഞ്ഞ വെളുത്തുള്ളി തന്നെ വാങ്ങിയതാട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഉലിയാൻ പൊതുവേ ഞാനൊരു മടിച്ചിയാണ്, വെളുത്തുള്ളി ചെറിയ ഉള്ളിയെല്ലാം. അപ്പോൾ ഇത് അങ്ങനെ കിട്ടിയത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചണമെങ്കിൽ ആയിട്ടുണ്ട് വെളുത്തുള്ളി കണ്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല ഫ്രഷ് വെളുത്തുള്ളി തന്നെയാണ് കേട്ടോ. അതിങ്ങനെ അവർ പാക്കാക്കിയിട്ട് തരുന്നല്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരിത്. അപ്പോൾ ഓക്കെ, നമുക്ക് തേങ്ങേന് വറുക്കാം കേട്ടോ. അപ്പോൾ പാത്രം നല്ലോണം ചൂടായി വന്നു കേട്ടോ. എനിക്കിത് ഇവിടെ ക്യാമറ വെക്കാൻ പറ്റുന്നില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ കയ്യിൽ പിടിച്ചിട്ട് അതിൽ ഇടക്കിടക്കെല്ലാം കാണിച്ചു തരാം. വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ വെക്കുന്ന രീതിയാണ്. ഞാൻ ഈ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ എല്ലാവരും എങ്ങനെ വെക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ വെക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. പലരും പല ടൈപ്പിലായിരിക്കും ഇപ്പം വെക്കുന്നത്. ഞാൻ വെക്കുന്ന രീതിയായത് ഇതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അടിപൊളിക്കറിയാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അത് ഏകദേശം ചൂടായി വരുന്നതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് എണ്ണ അധികം വെച്ചിട്ടുണ്ട്, കാരണം ഇത് അരയ്ക്കുമ്പോൾ നമ്മളങ്ങനെ വെള്ളം കൂട്ടുന്നില്ല. വെള്ളം കൂട്ടാതെ, വെള്ളം കൂട്ടി അരച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കറിക്ക്. വെള്ളം കൂട്ടാതെ തന്നെ അരച്ചെടുക്കണം. പിന്നെ അഥവാ നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ലൈറ്റ് ചൂടുവെള്ളം കൂട്ടിയിട്ട് അരക്കാം കേട്ടോ. കൂടുതലും ഇങ്ങനെ വെള്ളം കൂട്ടാണ്ട് അരക്കുന്നതാണ് നല്ലത്.
ഇതൊന്നും ഇങ്ങനെ ആയി വരട്ടെ. ആവാനാകുന്ന സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പാകമായി ഒരു ചോപ്പടിച്ച് വരുമ്പോൾ നമുക്കൊരു വെളുത്തുള്ളി, നല്ല ജീരകം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല മൊരിയെ വറുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ വെള്ളം കൂട്ടാതെ നമുക്ക് അരക്കുമ്പോൾ അങ്ങനെ മൊരിഞ്ഞ് കിട്ടൂല. പൊരിയെ വറുത്തെടുക്കാം. പിന്നെ തീ കുറച്ചിട്ട് തന്നെ ചെയ്യാം. ഒരുപാട് തീ കൂട്ടിയിട്ട് അടിച്ച് പിടിച്ചിട്ട് കത്തിച്ചാൽ കറിയുടെ ടേസ്റ്റ് പോകും. അപ്പം അതെല്ലാം ശ്രദ്ധിക്കാം കേട്ടോ. നമ്മളെ വേവിക്കാൻ വെച്ച ചിക്കൻ ഇവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് എടുത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നാൽ പിന്നെ ആ ഉപ്പും മസാലയെല്ലാം ഒന്ന് എല്ലായിടത്തും ഒന്ന് പിടിച്ചു വരും. എൻ്റെ കയ്യിൽ ഫോണും ഒക്കെ ഉണ്ടായതുകൊണ്ടാട്ടോ നന്നായിട്ടൊന്ന് കാണിക്കാൻ പറ്റാത്ത. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഞാൻ അട്ടിപ്പൊടിയായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മൂടി വെക്കാം. കഷ്ണം വെന്തിട്ടാട്ടോ ഞാൻ വെച്ചിട്ട് തിളച്ചാടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഇളക്കി കൊടുത്തതാട്ടോ. എല്ലായിടത്തും ആ ഉപ്പും മസാലയെല്ലാം പിടിക്കട്ടെ എന്ന് വെച്ചിട്ട് ഓക്കെ, അത് വെന്ത് വരട്ടെ. അപ്പോൾ തേങ്ങ ഏകദേശം എല്ലാം ചോത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ നിങ്ങൾക്ക് അത് ഇളക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കുക. ഇനി മൊബൈൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ ഇനി ഇതാ വെളുത്തുള്ളി ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചൂടി കളഞ്ഞിട്ട് തന്നെ ഇടാം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി കുറച്ച് നല്ലോണം എടുക്കണം. ഒരു കായ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നന്നായിട്ട് പൊരിഞ്ഞ് വരണം കേട്ടോ, എന്നാലേ വെള്ളം കൂട്ടാതെ അരക്കാൻ പറ്റും. ഏകദേശം എല്ലാം ഇങ്ങനെ പൊരിഞ്ഞ് വന്നു. എന്താ മണം! ആഹാ, തേങ്ങ വറുത്തിട്ടാകുമ്പോൾ ഒരു നല്ലൊരു മണം വരും. എന്താണെന്ന് അറിയാം. ഇനിയിപ്പോൾ നമുക്കതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തേ. നിങ്ങൾ ചൂടായ പാത്രത്തിൽ തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ട് വന്നാൽ ഒരു സമയം അതിലും കൂടുതലത് കരിയും. പെട്ടെന്ന് സ്റ്റൗ ഓഫാക്കുക, എന്നിട്ട് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ വേറെ പാത്രത്തിലോട്ട് അപ്പം തന്നെ മാറ്റി കൊടുക്കുക കേട്ടോ. ഇത് ഈ ചൂട് ചട്ടിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് എല്ലാം മരിഞ്ഞ് വരും. ഓവറായി കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വറുത്ത തേങ്ങ ഞാൻ പാത്രത്തിലേക്ക് തണിയാൻ വേണ്ടി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. ചെറിയ ജാറില്ലേ, അതിൽ വെച്ച് ഞാൻ അരക്കുന്നത്. എനിക്ക് അതിൽ നിന്നായി മുതിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ ജാറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ചിക്കൻ കറിയിലോട്ട് വേവിക്കാൻ വെച്ച ചിക്കനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കഷ്ണമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ വെള്ളം ചേർക്കാതെ തന്നെയാണ് അരച്ചിട്ടുള്ളത്. ഇതിപ്പോൾ മൊബൈൽ പിടിച്ചുകൊണ്ട് എനിക്ക് അതിൽ തട്ടാൻ കഴിയില്ല. അപ്പോൾ ഞാനിതൊന്ന് അതിലിട്ടിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ അരവെള്ളം ഞാൻ ഇതിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ തേങ്ങയെല്ലാം ഞാൻ മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ കറിക്ക്. വെള്ളം കൂടി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഓവർ വെള്ളം കൂട്ടില്ല. ഞാൻ മിക്സിയിൽ ജാറ് കഴുകിയ വെള്ളം കുറച്ച് കൂട്ടുന്നുണ്ട്. ഉപ്പെല്ലാം ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കറി നന്നായിട്ട് ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ആ നല്ല അടിപൊളി ചിക്കൻ കറി കേട്ടോ. തേങ്ങ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കരിയാൻ വറുത്തൂടാ. വറുത്ത് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറും കേട്ടോ. ഒരുപാട് കരിയാൻ വറുക്കാണ്ടിരിക്കണം. അടിപൊളി കറി കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും വെച്ചോക്കണതിൻ്റെ കൂടെ പുളിശ്ശേരിയെല്ലാം ആയിട്ട് കൂട്ടാൻ ഭയങ്കര ടേസ്റ്റാണ്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ മുമ്പത്തെ പിന്നെ ഇതിലിട്ടിട്ടുണ്ട്, ചാനലിൽ ഇതുപോലെ ചിക്കൻ കറി വെക്കുന്ന ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഗൾഫിലില്ലേ ഓനിപ്പോൾ ഇത് കാണുന്നുണ്ടാവുമായിരിക്കും, ദീപക്ക്. ഓൻ പറഞ്ഞു ഞാൻ ഇതുപോലെ വെച്ച് നോക്കി നല്ല അടിപൊളിയായിരുന്നു എന്ന്. ഓനോട് കണ്ണൂരാൻ പറ്റാന്ന് തോന്നുന്നു എൻ്റെ വീട്. അപ്പോൾ അതുപോലെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് അങ്ങ് വെച്ച് നോക്കിയാലേ മനസ്സിലാവും. പിന്നെ തേങ്ങ വറുക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ കറിയുടെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് തേങ്ങ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അടിപൊളി ചിക്കൻ കറി റെഡിയായി. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി കേട്ടോ. ഇനി ഇതിലൊരു സംഭവം കൂടി ചേർക്കാനുണ്ട്. കടുക് വറുത്തിടേണ്ടതാണ് കേട്ടോ. അത് അത്യാവശ്യമാണ്. അതും കൂടി ആകുമ്പോഴേ കറിക്ക് ടേസ്റ്റ് പിന്നെ കൂടത്തുള്ളൂ കേട്ടോ.